ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പൂർവ്വഭാരതം വികസനത്തിന്റെ സിരാകേന്ദ്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനം ലക്ഷ്യമിട്ടുള്ള ആദ്യത്തെ രാജ്യാന്തര കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രമുഖ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവം. വയനാട് ജില്ലയിൽ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ ഊർജിതമാക്കി. കേരളത്തിലെ വന്യജീവി ആക്രമണങ്ങൾ തികച്ചും ഗൌരവതരമായ വിഷയമെന്ന് പ്രതിപക്ഷ നേതാവ്. 38ാമത് ദേശീയ ഗെയിംസിന് ഇന്ന് ഡെറാഡൂണിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിൽ നിന്നും 400-ലേറെ താരങ്ങൾ മത്സരരംഗത്ത്. സ്വന്തം വിവരങ്ങളുടെ നിയന്ത്രണം സ്വയം ഏറ്റെടുക്കുക എന്ന സന്ദേശവുമായി ഇന്ന് വിവര സ്വകാര്യതാ ദിനം. വാർത്തകൾ വിശദമായി. പൂർവ്വഭാരതം വികസനത്തിന്റെ സിരാകേന്ദ്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2 ദിവസത്തെ ഉത്കർഷ് ഒഡീഷ മേക്ക് ഇൻ ഒഡീഷ കോൺക്ലേവ് ഭുവനേശ്വറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 20 വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ 7500-ലധികം പേർ പരിപാടിയിൽ പങ്കെടുക്കും. കർഷകർക്കും തൊഴിലാളികൾക്കും വിപുലമായ അവസരങ്ങൾ സൃഷ്ടിക്കുന്നത് ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന കോൺക്ലേവിൽ 100-ലധികം ധാരണാപത്രങ്ങൾ ഒപ്പുവയ്ക്കും. ഒഡീഷയിൽ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും രാജ്യത്തെ നിർമ്മാണ കേന്ദ്രമായി ഒഡീഷയെ മാറ്റാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഉത്കർഷ് ഒഡീഷ കോൺക്ലേവ്. മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചി, മറ്റ് മന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. ചരിത്രപരമായ 2ാം വിജയത്തിൽ ശ്രീ മോദി ട്രംപിനെ അനുമോദിച്ചു. ജനങ്ങളുടെ ക്ഷേമത്തിനും ആഗോള സമാധാനത്തിനും സമൃദ്ധിക്കും സുരക്ഷയ്ക്കും വേണ്ടി ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശന പരിപാടിയെപ്പറ്റിയും നേതാക്കൾ ചർച്ച ചെയ്തതായി വൈറ്റ് ഹൌസ് പ്രസ്താവനയിൽ പറഞ്ഞു. ഈ വർഷാവസാനം ആദ്യമായി ക്വാഡ് നേതാക്കളുടെ ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കാനിരിക്കെ US ഇന്ത്യ തന്ത്രപരമായ പങ്കാളിത്തവും ഇന്തോ പസഫിക് ക്വാഡ് പങ്കാളിത്തവും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഇരു നേതാക്കളും വീണ്ടും ചർച്ച ചെയ്തു. ആഗോളക്രമം പ്രകടമായ പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇന്ത്യയും UAEയും തമ്മിലുള്ള സഹകരണത്തിന് ഏറെ പ്രാധാന്യമുണ്ടെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. UAEയിലെ ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളും തമ്മിൽ അന്താരാഷ്ട്ര വിഷയങ്ങളിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിൽ ശ്രീ ജയശങ്കർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇന്ന് അബുദാബിയിൽ ആരംഭിക്കുന്ന റൈസിന മിഡിൽ ഈസ്റ്റ് സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മുഖ്യ പ്രഭാഷണം നടത്തും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനം ലക്ഷ്യമിട്ടുള്ള ആദ്യത്തെ രാജ്യാന്തര കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മന്ത്രി KN ബാലഗോപാൽ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി P രാജീവ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ശശി തരൂർ MP, അദാനി പോർട്ട് സ്പെഷ്യൽ എക്കണോമിക് സോൺ CEO പ്രണവ് ചൌധരി തുടങ്ങിയവർ പങ്കെടുത്തു. നാളെ നടക്കുന്ന സമാപന ചടങ്ങിൽ മന്ത്രിമാരായ VN വാസവനും P രാജീവും കോൺക്ലേവിനെ വിലയിരുത്തി സംസാരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. കേരളം സമീപഭാവിയിൽ തന്നെ ലോകത്തിലെ മാരിടൈം ലോജിസ്റ്റിക് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാകാൻ തയ്യാറെടുക്കുന്നതിന്റെ ആദ്യ ചുവടുവയ്പാണ് വിഴിഞ്ഞം കോൺക്ലേവ്. 7 വിഷയങ്ങളിൽ പ്രസന്റേഷനുകളും 4 വിഷയങ്ങളിൽ പാനൽ ചർച്ചകളും 3 ഫയർ സൈഡ് ചാറ്റുകളും നടക്കും. ലോകത്തിലെ വിവിധ കമ്പനികളിൽ നിന്നായി 300 പ്രതിനിധികളും 50-ലധികം പ്രമുഖ നിക്ഷേപകരും കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട്. ആഗോള വ്യവസായ സാധ്യതകൾ, എന്തുകൊണ്ട് വിഴിഞ്ഞം അടുത്ത ബിസിനസ് ലക്ഷ്യസ്ഥാനമാകണം, ഷിപ്പിംഗ് ലോജിസ്റ്റിക് മേഖലയിലെ വിതരണ ശൃംഖലകളുടെ സാധ്യത, കേരളത്തെ ആഗോള സാമ്പത്തിക പവർ ഹൌസാക്കി മാറ്റുന്നതിനുള്ള സാധ്യതകൾ തുടങ്ങിയവ ചർച്ചാ വിഷയമാകും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. പ്രമുഖ നേതാക്കളെ പങ്കെടുപ്പിച്ച് റോഡ് ഷോകളിലൂടെയും പൊതുയോഗങ്ങളിലൂടെയും പരമാവധി വോട്ടുകൾ ഉറപ്പിക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. BJPയുടെ മുതിർന്ന നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ അമിത് ഷാ ഇന്ന് 2 റോഡ് ഷോകളിൽ പങ്കെടുക്കും. ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ, പാർട്ടി മുതിർന്ന നേതാവും പഞ്ചാബ് മുഖ്യമന്ത്രിയുമായ ഭഗവന്ത് മാൻ എന്നിവർ ഇന്ന് വിവിധ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, സച്ചിൻ പൈലറ്റ് എന്നിവരും പ്രചാരണ രംഗത്ത് സജീവമാണ്. 70-അംഗ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് അടുത്ത മാസം 5-ന് നടക്കും. 8-നാണ് വോട്ടെണ്ണൽ. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ വയനാട് ജില്ലയിൽ വനം വകുപ്പിന്റെ 3 ഡിവിഷനുകളിൽ 6 റേഞ്ചുകളിലും വ്യാഴാഴ്ച വരെ ജനകീയ പരിശോധന നടത്തും. വനത്തിനുള്ളിലെ അടിക്കാടുകളും വനാതിർത്തിക്ക് പുറത്തുള്ള കാടുകളും നീക്കം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
ജില്ലയിലെ വനമേഖലയിൽ ഇന്നു മുതൽ വ്യാഴാഴ്ച വരെ വ്യാപക തിരച്ചിലാണ് നടത്തുന്നത്. പഞ്ചാരക്കൊല്ലിയിലെ നരഭോജിയ കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയെങ്കിലും ജനങ്ങളുടെ സുരക്ഷ പരിഗണിച്ച് പ്രദേശത്ത് വനം വകുപ്പ് ഊർജിതമായ തിരച്ചിൽ തുടരുന്നുണ്ട്. നോർത്ത്, സൗത്ത് ഡിവിഷനുകളിലായി 6 മേഖലകളായി തിരിച്ചാണ് പ്രത്യേക ടീം തിരച്ചിൽ നടത്തുന്നത്. വനാതിർത്തികളിലെ അടിക്കാടുകൾ വെട്ടിമാറ്റുന്നതിന് വനം വകുപ്പിനോട് മന്ത്രി AK ശശീന്ദ്രൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. വനാതിർത്തികളിൽ സോളാർ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തും. 1000 ലൈവ് ക്യാമറകളും സ്ഥാപിക്കും. കേരളത്തിലെ വന്യജീവി ആക്രമണങ്ങൾ ഗൌരവതരമായ വിഷയമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കഴിഞ്ഞ 9 വർഷങ്ങളിലായി കേരളത്തിൽ 60,000-ഓളം വന്യജീവി ആക്രമണങ്ങൾ നടന്നുവെന്നും 1000 പേർ കൊല്ലപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. വയനാട് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. വന്യജീവി ആക്രമണങ്ങൾ പ്രതിരോധിക്കാൻ പരമ്പരാഗതവും ആധുനികവുമായ പല സംവിധാനങ്ങളുമുണ്ടെങ്കിലും സംസ്ഥാന സർക്കാർ ഒരു നടപടിയും എടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മലയോര ഹൈവേയുടെ ഭാഗമായ കോഴിക്കോട് കോടഞ്ചേരി കക്കാടംപൊയിൽ റീച്ച് ഫെബ്രുവരി 15-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. 38ാമത് ദേശീയ ഗെയിംസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉത്തരാഖണ്ഡിൽ ഉദ്ഘാടനം ചെയ്യും. ഡെറാഡൂണിലെ മഹാറാണ പ്രതാപ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാർ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രതിനിധികൾ, ദേശീയ താരങ്ങൾ അടക്കമുള്ളവർ പങ്കെടുക്കും. ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ ഇന്നലെ ഡെറാഡൂണിൽ എത്തിയിരുന്നു. 8 ജില്ലകളിലെ 11 നഗരങ്ങളിൽ അടുത്ത മാസം 14 വരെയാണ് ദേശീയ ഗെയിംസ്. ബാസ്കറ്റ്ബോൾ, വോളിബോൾ, ബീച്ച് ഹാൻഡ്ബോൾ, ഖോ തുടങ്ങി വിവിധ ഇനങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള താരങ്ങളും മത്സരത്തിന് ഇറങ്ങും. ഇന്ത്യ-ഇംഗ്ലണ്ട് 3ാം T20 ക്രിക്കറ്റ് മത്സരം ഇന്ന് ഗുജറാത്തിലെ രാജ്കോട്ടിൽ നടക്കും. വൈകുന്നേരം 7 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം 2 കളികൾ ജയിച്ച് മുന്നിട്ട് നിൽക്കുകയാണ്. ഇന്ന് വിവര സ്വകാര്യതാ ദിനം. വ്യക്തിഗത വിവരങ്ങൾ സുരക്ഷിതമാക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടാണ് വിവര സ്വകാര്യതാ ദിനം ആചരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. ജനുവരി 28 ലോകമെമ്പാടും ഡാറ്റ പ്രൈവസി ഡേ അഥവാ വിവര സ്വകാര്യതാ ദിനമായി ആചരിക്കുന്നു. സ്വന്തം വിവരങ്ങളുടെ നിയന്ത്രണം സ്വയം ഏറ്റെടുക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഓൺലൈൻ വഴി പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ സംബന്ധിച്ച് കരുതലുണ്ടായിരിക്കുക, സ്വകാര്യതയുടെ ഒരു സംസ്കാരം സൃഷ്ടിക്കുക, അവരവരുടെ സ്വകാര്യതയുടെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുക തുടങ്ങിയവയും ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങളാണ്. വിവര സ്വകാര്യത സംരക്ഷിക്കുന്നതിനായി നിരവധി നടപടികളാണ് സർക്കാർ തലത്തിൽ സ്വീകരിച്ചു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രിയങ്ക ഗാന്ധി MP വയനാട്ടിലെത്തി. കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിലെ രാധയുടെ വീട് സന്ദർശിച്ചു. അന്തരിച്ച DCC ട്രഷറർ NM വിജയന്റെ കുടുംബാംഗങ്ങളെയും ശ്രീമതി പ്രിയങ്ക സന്ദർശിക്കും. കൽപ്പറ്റയിൽ കളക്ടറേറ്റിൽ നടക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDF മലയോര ജാഥയിൽ മേപ്പാടിയിൽ നടക്കുന്ന പൊതുയോഗത്തിൽ പങ്കെടുക്കുന്ന ശ്രീമതി പ്രിയങ്ക തിരികെ ഡൽഹിക്ക് പോകും. പാലക്കാട് നെന്മാറയിൽ അയൽവാസികളായ അമ്മയെയും മകനെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ചെന്താമരയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. ഇയാൾ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള അറക്കമല, പട്ടിമല എന്നിവിടങ്ങളിലാണ് പോലീസ് തിരച്ചിൽ നടത്തുന്നത്. ഇന്നലെയാണ് കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി അയൽവാസികളായ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയത്. 2019-ൽ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ചെന്താമര. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 730 പോയിന്റ് നേട്ടത്തിൽ 76,096-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 174 പോയിന്റ് നേട്ടത്തിൽ 23,002-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില പവന് 240 രൂപ കുറഞ്ഞ് 60,080 രൂപയും ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 7,510 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം പ്രസ് ക്ലബ് അംഗം ദേവദത്തൻ അന്തരിച്ചു. വാഹനാപകടത്തെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പ്രസ് ക്ലബ്ബിൽ പൊതുദർശനത്തിന് ശേഷം സംസ്കാരം ഇന്ന് ശാന്തി കവാടത്തിൽ നടക്കും. പത്മശ്രീ ലഭിച്ച പ്രമുഖ സംഗീതജ്ഞ ഡോക്ടർ K. ഓമനക്കുട്ടിയെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത് ആദരിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ M. സത്യൻ പൊന്നാട അണിയിച്ചു. സർക്കാർ വനിതാ കോളേജ് സംഗീത വിഭാഗത്തിന് വേണ്ടി മേധാവി ഡോക്ടർ ധനലക്ഷ്മി C. ഉപഹാരം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും.
പൂർവ്വഭാരതം വികസനത്തിന്റെ സിരാകേന്ദ്രമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനം ലക്ഷ്യമിട്ടുള്ള ആദ്യത്തെ രാജ്യാന്തര കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രമുഖ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവം. വയനാട് ജില്ലയിൽ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ ഊർജിതമാക്കി. കേരളത്തിലെ വന്യജീവി ആക്രമണങ്ങൾ തികച്ചും ഗൌരവതരമായ വിഷയമെന്ന് പ്രതിപക്ഷ നേതാവ്. 38ാമത് ദേശീയ ഗെയിംസിന് ഇന്ന് ഡെറാഡൂണിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിൽ നിന്നും 400-ലേറെ താരങ്ങൾ മത്സരരംഗത്ത്. സ്വന്തം വിവരങ്ങളുടെ നിയന്ത്രണം സ്വയം ഏറ്റെടുക്കുക എന്ന സന്ദേശവുമായി ഇന്ന് വിവര സ്വകാര്യതാ ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.